ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം ആ ബില്ല് കിട്ടുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് ആ ബില്ലിൽ രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കും. ഒന്ന്, ആ ഗോൾഡിന്റെ റേറ്റ്, നിങ്ങൾ വാങ്ങിക്കുന്ന ഗോൾഡിന്റെ റേറ്റ് പ്ലസ് GST. അതുപോലെ തന്നെ ആ ഓർണമെന്റ് ഉണ്ടാക്കാനായിട്ടുള്ള മേക്കിംഗ് ചാർജ്, മാനുഫാക്ചറിങ് ചാർജ് എന്നും പറയും. അത് പ്ലസ് GSTയും അതിൽ വരും. ടോട്ടൽ ബില്ല് അങ്ങനെയാണ് വരിക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗോൾഡിന്റെ GST റേറ്റ് എന്ന് പറയുന്നത് 3%. പക്ഷെ ചില ബില്ലുകളിലൊക്കെ മാനുഫാക്ചറിങ് ചാർജിനോടൊപ്പം തന്നെ 5% GST ഇടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇത് പല കേസുകളിലും തെറ്റാണ്. കാരണം ഇത് കോമ്പോസിറ്റ് സപ്ലൈ എന്നാണ് GSTയിൽ പറയുക. നിങ്ങൾ വാങ്ങിക്കുന്ന ഗോൾഡ് ഒരു മേജർ പോർഷൻ, ആ ബില്ലിലെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത് ഗോൾഡാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 5 ലക്ഷം രൂപയുടെ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നു, ഒരു ഓർണമെന്റ് പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ അതിന് വരുന്ന GST എന്ന് പറയുന്നത് 3%, 15,000 രൂപയാണ്. അതേസമയം ഒരു 30,000 രൂപയാണ് അതിന്റെ മാനുഫാക്ചറിങ് ചാർജ് അല്ലെങ്കിൽ അതിന്റെ മേക്കിംഗ് ചാർജ് എന്നുണ്ടെങ്കിൽ അവിടെ 5% 1,500 രൂപയാണ് പലരും വാങ്ങുന്നതായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ബില്ല് കണ്ടത്. പക്ഷേ അവിടെ 3% മാത്രം, അതായത് 900 രൂപ മാത്രമേ അവർക്ക് GST ആയിട്ട് അതിൽ വാങ്ങിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ പണം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഗോൾഡിന് അത്രയും റേറ്റുള്ള ഒരു സമയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ ചാനലിലുള്ള ക്യാപിറ്റാക്സ് യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.